കഴിക്കും. ഒരു ദിവസം അബൂ അയ്യൂബ് തങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയ ഫുഡിൽ പച്ച ഉള്ളിയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. പച്ച ഉള്ളിയുടെ കഷ്ണങ്ങൾ. ആ ഉള്ളിയുടെ കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ വിതറിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണം തൊട്ടില്ല. ഈ ഒരു പോയിന്റ് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിൽ ഉള്ളിയുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫുഡ് കഴിച്ചില്ല. ആ ഭക്ഷണം തിരികെ എടുക്കുന്ന സമയത്ത് അബൂ അയ്യൂബ് തങ്ങൾ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നത്? എന്തേ നിങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത്? അവിടുന്ന് പറയുന്നു, അതിൽ പച്ച ഉള്ളിയുണ്ട്. എൻ്റെ അരികിലേക്ക് മലക്കുകൾ വരും. എനിക്ക് മലക്കുകളോട് സംസാരിക്കാനുള്ളതാണ്. ആ പച്ച ഉള്ളി തിന്നാൽ നാറ്റം വരും, വായ നാറും. ആ ഉള്ളി തിന്നുകൊണ്ട് ഉള്ളി തിന്ന് പള്ളിയിലേക്ക് പോകരുതെന്ന് ഹദീസിലുള്ളതാണല്ലോ. അപ്പോൾ ആ ഉള്ളി തിന്നു കഴിഞ്ഞാൽ എൻ്റെ വായ നാറിയാലും മലക്കുകൾക്ക് അത് പ്രയാസാകും. അതുകൊണ്ട് എനിക്ക് ഉള്ളി വേണ്ട. ഇവിടെ അബൂ അയ്യൂബ് തങ്ങളൊരു പ്രതികരണമുണ്ട്. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ആ പച്ച ഉള്ളി ഇന്നു മുതൽ അബൂ അയ്യൂബിനും കുടുംബത്തിനും വേണ്ട. പിന്നെ അദ്ദേഹം ഉള്ളിയിട്ട ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ അബൂ അയ്യൂബ് തങ്ങൾ, അതാണ് ഇഷ്ക് എന്ന് പറയുന്നത്. അവിടുത്തേക്ക് ഇഷ്ടമില്ലേ? എനിക്കും ഇഷ്ടമില്ല. അവിടുത്തേക്ക് ഇഷ്ടമുണ്ടോ? എനിക്കിഷ്ടമുണ്ട്. അബൂ അയ്യൂബ് തങ്ങൾ പിന്നീട് ആ വീട്ടിൽ പച്ച ഉള്ളിയിട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നിടത്താണ് ഇഷ്കിൻ്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടുക. എന്നാൽ നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഭക്ഷണത്തിൻ്റെ ഇടയിൽ നിന്ന് ചൊരങ്ങാന്നോ ചെരങ്ങാന്നോ എന്താ പറയല്, സാധനം മനസ്സിലായില്ലേ? നമ്മൾ നോമ്പിനൊക്കെ അത്താഴത്തിന് കറിയിക്കുന്ന സാധനം. അദ്ദേഹം അനസ് റളിയല്ലാഹു തങ്ങൾ ആ ചൊരങ്ങനെ പെറുക്കി പെറുക്കി തിന്നാണ് ഭക്ഷണത്തിൻ്റെ ഇടയിൽ നിന്ന്. കറിൻ്റെ ഇടയിൽ നിന്ന് ചൊരങ്ങനെ പെറുക്കി പെറുക്കി തിന്നാണ്. ഈ ചൊരങ്ങനെ പെറുക്കി പെറുക്കി തിന്നുന്നത് കണ്ടപ്പോൾ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചൊരങ്ങ തീരെ ഇഷ്ടമില്ലായിരുന്നു. ചൊരങ്ങ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. ഒരു ദിവസം ഒരു വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണം നല്ല മാംസക്കറിയിൽ ചൊരങ്ങട്ടുണ്ടാക്കിയ ഭക്ഷണം. ആ ഭക്ഷണത്തിൻ്റെ ഇടയിൽ നിന്ന് ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊരങ്ങനെ തെരഞ്ഞ് തെരഞ്ഞ് തിന്നുന്നത് ഞാൻ കണ്ട്. അന്ന് മുതൽ ചൊരങ്ങ എനിക്കിഷ്ടമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, അനസ് തങ്ങളുടെ ഒരു രീതിയും മഹാനായ അബൂ അയ്യൂബ് തങ്ങളുടെ രീതിയും. നബി സല്ലല്ലാഹു തങ്ങൾക്ക് ഉള്ളി ഇഷ്ടമല്ല എന്ന് കേട്ട നിമിഷം മുതൽ ഉള്ളി എനിക്കിഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചൊരങ്ങ ഇഷ്ടമാണ് എന്നറിഞ്ഞ ആ സെക്കൻഡ് മുതൽ ചൊരങ്ങ തൻ്റെ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം. നമ്മുടെ മഹബത്ത് എവിടെയുണ്ട്? എൻ്റെ മുടി വെട്ടുന്നിടത്ത് എൻ്റെ ഇഷ്ടത്തിനോ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി എന്തിനാ പരിഗണന ഉള്ളത്? ഞാൻ വസ്ത്രം ധരിക്കുന്നിടത്ത് എന്തിനാണ് പരിഗണന ഉള്ളത്? ഞാനൊരു കല്യാണം നടത്തുന്നിടത്ത് എന്തിനാണ് പരിഗണന ഉള്ളത്? ഞാൻ എല്ലാ വിഷയത്തിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അബൂ മദ്ഹൂറ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഒരിക്കൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തലയിലൊന്ന് കൈവച്ചു. അദ്ദേഹത്തിൻ്റെ തലയിലൊന്നിങ്ങനെ കൈവച്ചു. ആ തലയിൽ കൈവച്ച അന്ന് മുതൽ പിന്നെ അദ്ദേഹം മുടി വെട്ടിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൈ സ്പർശിച്ച മുടി അത് വെട്ടി ഒഴിവാക്കാൻ മനസ്സനുവദിച്ചില്ല. മഹബത്ത് കൊണ്ട്, ഇഷ്ക് കൊണ്ട്. പിന്നെ അദ്ദേഹം മുടി ഇങ്ങനെ കെട്ടി അതിങ്ങനെ വൃത്തിയാക്കി കൊണ്ടു നടന്നു എന്നതല്ലാതെ ആ മുടി പിന്നെ അദ്ദേഹം വെട്ടിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തും ഇഷ്ടവുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഇതൊക്കെ നീട്ടി പറയേണ്ട ഒരുപാട് സംഭവങ്ങളാണ്. അബ്ദുറഹ്മാൻ ബിൻ സൽമ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ട്. അബ്ദുറഹ്മാൻ ബിൻ സലമ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അമ്പ് വില്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആ അമ്പും വില്ലും ഒന്ന് തൻ്റെ കൈകൊണ്ട് തൊട്ടു. ആ അമ്പും വില്ലും തൻ്റെ കൈകൊണ്ടൊന്ന് തൊട്ടു. ഇനിയാണ് വിഷയം. പിന്നീട് അങ്ങോട്ട് ആ അമ്പും വില്ലും വുളൂഓട് കൂടിയല്ലാതെ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ സലമ എന്ന് പറയുന്ന സ്വഹാബി വുളൂഓട് കൂടിയല്ലാതെ പിന്നീട് ആ അമ്പും വില്ലും തൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് തൊട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട്
പിന്നീട് അങ്ങോട്ട് ആ സാധനം തൊടുന്ന സമയത്തെല്ലാം വുളൂ വേണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സലമ എന്ന് പറയുന്ന സ്വഹാബിയുടെ മനസ്സ് മാറ്റിയത്. അതിനാണ് മഹബത്ത് എന്ന് പറയുന്നത്, അതിനാണ് ഇഷ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഇഷ്കിൻ്റെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും 4 വരികൾ സാഹിത്യത്തിൻ്റെ ഏറ്റവും നല്ല ഭംഗിയിൽ എഴുതിയുണ്ടാക്കി അത് സ്റ്റാറ്റസ് ആക്കി വെക്കലോടുകൂടെ ഞാൻ മഹബത്തിൻ്റെ ആളായി. 4 വരി നല്ല പാട്ട് എഴുതി ആ പാട്ടിങ്ങോട്ട് പാടിയാൽ അതോടുകൂടി ഞാൻ മഹബത്തിൻ്റെ ആളായി. സ്റ്റാറ്റസ് വെക്കൽ മഹബത്തിൻ്റെ ഭാഗമാവാം, പാട്ടുപാടൽ മഹബത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ പാട്ട് പാടുന്നതോടൊപ്പം തൻ്റെ എല്ലാ രീതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് എതിരാകുന്നിടത്ത് ഞാൻ മദീനയെ പ്രണയിക്കുന്നു എന്ന് പറയുന്നത് നിരർത്ഥകമാണ്, ശരിയല്ലാത്ത സത്യമല്ലാത്ത സംഗതിയാണ് എന്ന. നോക്കൂ നിങ്ങൾ, പ്രഗത്ഭനായ സ്വഹാബിയല്ലേ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ, ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖലീഫ. സ്വർഗത്തുനിന്ന് കാണാനും കൈപ്പിടിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനുഭാവൻ കഅബാലയത്തിൻ്റെ അടുത്ത് വന്നിട്ട് പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ശത്രുക്കൾ വന്നിട്ട് അടിക്കാൻ തുടങ്ങി. കൈയോണ്ടടിച്ചു, ചെരുപ്പ് കൊണ്ടടിച്ചു. ഹത്താ ലാ യുഅറഫു അൻഫുഹു ഫി വജീഹി, മഹാൻ്റെ മുഖത്ത് മൂക്കുണ്ടോ എന്ന് തിരിച്ചറിയാത്ത വിധം മൂക്കങ്ങ് പരന്നുപോയി ശത്രുക്കളുടെ അടി കൊണ്ടിട്ട്. ബോധം കെട്ട് വീണു സിദ്ദീഖ് തങ്ങൾ. അബോധാവസ്ഥയിലേക്ക് പോയി മഹാനായ സിദ്ദീഖ് അക്ബർ തങ്ങൾ. ബോധമില്ലാണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് കുറേ കഴിഞ്ഞ്, ചില മഹാന്മാർ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ബോധം തെളിയുന്നത്. ആ ബോധം തെളിയുന്ന സമയത്ത് തൻ്റെ ഉമ്മുൽ ഖൈർ കുറച്ച് നല്ല പാല് കൊണ്ടുവന്ന് തൻ്റെ ക്ഷീണിച്ച് കിടക്കുന്ന, ബോധം പോയി ആ ബോധത്തിലേക്ക് തിരിച്ചു വരുന്ന മകൻ്റെ അരികിലേക്ക് അല്പം പാലുമായിട്ട് വരികയാണ്. ആ പാല് കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ തൻ്റെ ഉമ്മയോട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ലാ അഷ്റബു, ഈ പാല് ഞാൻ കുടിക്കൂല, ഹത്ത ഹറ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഞാൻ സാലിമൻ, ഒരു കുഴപ്പമില്ലാണ്ട് നബി തങ്ങൾ സുരക്ഷിതനായി എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടാലല്ലാതെ ഞാൻ ഈ പാല് കുടിക്കൂല. തൻ്റെ ഉമ്മയുടെ തോളിൽ കൈയിട്ട് താങ്ങി താങ്ങി വേച്ച് 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 നബിതങ്ങൾ രഹസ്യമായിരിക്കുന്ന സ്വകാര്യ വീട്ടിലേക്ക് കയറി ചെന്ന് നബിതങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അൽഹംദുലില്ലാ ആ പാൽ അവിടെയാണ് കുടിക്കുന്നതെങ്കിൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുണി എടുത്തപ്പോൾ തൻ്റെ തുണി അല്പം മേലോട്ട് പൊങ്ങി, മുട്ടിൻ്റെ താഴെ തന്നെ അല്പം മേലോട്ട് കയറി. അന്ന് സിദ്ദീഖ് തങ്ങൾ തുണി എടുത്തത് തുണി മേലോട്ട് കയറ്റിയിട്ടായിരുന്നു. പിറ്റേന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ മറ്റൊരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ തൻ്റെ തുണി താഴോട്ട് ഇറക്കി ഉടുത്തതായി കണ്ടു. അന്ന് സിദ്ദീഖ് അക്ബർ തങ്ങളുടെ തുണി താഴോട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വന്നു. അന്ന് മഹാനായ സിദ്ദീഖ് അക്ബർ തങ്ങൾക്ക് രോഗം വന്നു. നബി സല്ലല്ലാഹു തങ്ങളുടെ അസുഖം മാറി, സിദ്ദീഖ് തങ്ങളുടെ രോഗം മാറി. ഇതാണ് മനസ്സിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ, ഇഷ്കിൻ്റെ, പ്രണയത്തിൻ്റെ, മഹബത്തിൻ്റെ ഒരു പരമ്യത എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിത് കാണാൻ കഴിയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ മക്കയിലേക്കുള്ളൊരു വഴിക്കിങ്ങനെ പോകുന്ന സമയത്ത് തൻ്റെ ഒട്ടകപ്പുറത്താണുള്ളത്. ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ആ മരത്തിൻ്റെ അടിയിൽ നിന്നൊന്ന് കുനിഞ്ഞു. ആ മരത്തിൻ്റെ അടിയിൽ നിന്നൊന്ന് കുനിഞ്ഞിട്ടാണ് ഈ വാഹനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സഹാബത്ത് ചോദിച്ചു, ഒരാവശ്യമില്ലാണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിലെത്തിയപ്പം അവിടെ മരക്കൊമ്പും കാര്യങ്ങളൊന്നുമില്ല, നേരെ തന്നെ പോകാൻ കഴിയും. എന്നിട്ടും അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങൾ എന്തിനാണ് കുനിഞ്ഞത്? അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരുമിച്ച് ഞാൻ ഇത് വഴിക്ക് പോകുമ്പോൾ അന്ന് ഇവിടെ താഴെ ഒരു കമ്പുണ്ടായിരുന്നു. ആ കമ്പിൻ്റെ അടിയിലൂടെ പോകണമെങ്കിൽ അന്ന് കുനിയണമായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കുനിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോഴും കുനിയുന്നത്. കുനിയേണ്ട ഒരാവശ്യമില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുനിഞ്ഞ സ്ഥലത്തെത്തിയാൽ കുനിയുക എന്ന് പറയുന്ന ഒരു രീതി. മറ്റൊരിക്കൽ ഒരൊട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒട്ടകത്തിങ്ങനെ വട്ടം ചുറ്റിച്ചു മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ. ഒട്ടകത്തിൻ്റെ വട്ടം കറക്കി.
കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് ഒട്ടകത്തിന് വട്ടം കറക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ എത്തിയ സമയത്ത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വട്ടം കറക്കിയിരുന്നു. അറിയാലോ, ദാറുൻ നദ്വയിൽ ഖുറൈശികൾ ഒരുമിച്ച് കൂടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. നബി സല്ലല്ലാഹു നിങ്ങൾ ആ ശത്രുക്കൾ അവിടെ വളയുന്ന നേരം നബി തങ്ങൾ എഴുന്നേറ്റ് ഒരു പിടി മണൽ വാരിയിട്ട് അതിൽ എന്തോ ചൊല്ലി ഊതിയിട്ട് അവരെ മുഖത്തേക്ക് എറിയുന്നു. വമാ റമൈത്ത ഇത് റമൈത്ത വലാക്കിന്നല്ലാഹ റമ. എറിഞ്ഞത് അങ്ങാണെങ്കിലും അങ്ങല്ല എറിഞ്ഞത്, ശരിക്കും എറിഞ്ഞത് ഞാനാണ് എന്നല്ല പറയുന്നുണ്ട്. എന്നിട്ട് അവരൊക്കെ കണ്ണുകളിലായി. ആ സമയത്ത് വിരിച്ചു വെച്ച വിരിപ്പിലേക്ക് മഹാനായ അലി റളിയല്ലാഹു തങ്ങളെ കടത്തിയിട്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പോകുന്നുണ്ട്. ശത്രുക്കൾ ആ വീട് വളയുമെന്നും ശത്രുക്കളുടെ മുന്നിലേക്കാണ് താൻ കടക്കാൻ പോകുന്നത് എന്നും ഒരുപക്ഷെ അവർ ഇരച്ചു കയറി വെട്ടിക്കൊല ചെയ്യാമെന്ന് അറിഞ്ഞിട്ടും ഒരു മടിയുമില്ലാതെ മഹാനവറുകൾ അവിടെ കടന്നു കൊടുക്കുന്നത്. അതിനാണ് മഹബത്ത് എന്ന് പറയുന്നത്, അതിനാണ് ഇഷ്ക് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹബത്തിൻ്റെ മധുരം അനുഭവിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, ഒരു മഹാൻ ഒളു എടുക്കുകയാണ്. ഒളു എല്ലാം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് വന്നവൻ പൊട്ടി കരയാൻ തുടങ്ങി. രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കി ധാരധാരയായി ഒഴുകി പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ തൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ, തൻ്റെ അനുചരന്മാർ ചോദിക്കുന്നു, മാതാ യുബ്കീഖ്, എന്തിനാണ് കരയുന്നത്? അങ്ങയുടെ കണ്ണ് നനയാനുള്ള കാരണമെന്താണ്? എന്താണ് അങ്ങയുടെ സങ്കടമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്ന് രാവിലെ വുളൂ ചെയ്യുന്ന സമയത്ത് മുൻകൈ കഴുകുക എന്ന് പറയുന്ന സുന്നത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ മുൻകൈ കഴുകുന്ന സമയത്ത് വിരലുകൾ പരസ്പരം കോർക്കൽ സുന്നത്താണല്ലോ. മുൻകൈ കഴുകുന്ന സമയത്ത് തശ്ബീക്ക് എന്ന് പറയും, വിരലുകൾ പരസ്പരം കോർക്കൽ സുന്നത്താണല്ലോ. ഇന്ന് വുളൂ ചെയ്യുന്ന സമയത്ത് തിരക്കുകൊണ്ടോ മറ്റോ വിരലുകൾ പരസ്പരം കോർക്കാൻ എന്നോട് മറന്നുപോയി. നാളെ എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ എൻ്റെ നേതാവിനോട് ചോദിക്കുകയാണ്, ഓ ഞാൻ സുന്നത്താക്കിയ വിരലുകൾ പരസ്പരം കോർക്കുക എന്ന് പറയുന്നൊരു സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തിനെ പച്ചക്ക് കളഞ്ഞു കുളിച്ചവനല്ലേ, നീ ആ സുന്നത്തിനെ ഒഴിവാക്കിയവനല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ നേതാവിൻ്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെയാണ് നാളെ നോക്കുക എന്ന് മഹാനുഭാവൻ ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു. ഒരു സുന്നത്ത് ഒഴിവായിപ്പോയതിൻ്റെ പേരിൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് തങ്ങളതാ തൻ്റെ നാട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. യമനിലേക്ക് പോകുന്ന സമയത്ത് മുആദ് തങ്ങളോട് പറഞ്ഞു, മുആദേ, നിങ്ങളെ കാരണം കൊണ്ട് ഒരാൾ നന്നായാൽ അതാണ് ഏറ്റവും നല്ലത്. മുആദ് തങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിചാരിക്കുമ്പോഴൊക്കെ കാണാൻ കഴിയില്ലല്ലോ. ആ ഒരു സങ്കടമാണ്, ആ ഒരു ടെൻഷനാണ്, ആ ഒരു വിഷമമാണ്, ആ ഒരു ബേജാറാണ്. അദ്ദേഹം വാഹനത്തിൻ്റെ പുറത്ത് കയറിയിട്ട് തിരിഞ്ഞാ കുത്തിരുന്നത്. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ? എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങ് മറയുന്നത് വരെ അങ്ങയെ കാണാനാണ് നബിയെ ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. പോണ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മുആദേ, ഇനിയൊരു പക്ഷേ ഹയാത്തോടു കൂടി ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടണമെന്നില്ല. പൊട്ടിക്കരഞ്ഞ് മുആദ് അങ്ങോട്ട് പോയി. പിന്നെ മഹാനായ മുആദ് തങ്ങൾ മദീനയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ യമനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പിടിച്ചിട്ട് തൻ്റെ കണ്ണിൽ മുത്തം കൊടുക്കുകയാണ്, തൻ്റെ കണ്ണിൽ ഉമ്മ വയ്ക്കുകയാണ്. നബി തങ്ങളെ കണ്ട കണ്ണാണല്ലോ, മദീന കണ്ട കണ്ണാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ കണ്ണുകളിൽ സ്നേഹത്തോടെ മുത്തം കൊടുക്കുകയാണ്. കാലം കുറേ കഴിഞ്ഞു. ഒരു ദിവസം മഹാനുഭാവൻ കിടന്നുറങ്ങുമ്പോൾ ഒരു കിനാവ് കാണുന്നു. ഓ മുആദേ, നിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് ആ മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ നടക്കുന്നു, നിങ്ങളിവിടെ നിൽക്കുകയാണോ? അദ്ദേഹം വീണ്ടും കടന്നുറങ്ങി. രണ്ടാമതും ഇതേ സാധനം കിനാവ് കണ്ടു. ഇതേ സംഗതി രണ്ടാമതും കിനാവ് കണ്ടപ്പോൾ അദ്ദേഹം അതാ
അവിടുന്ന് എഴുന്നേറ്റ് നേരെ കിലോമീറ്ററുകളോളം ദൂരമുള്ള മദീനയിലേക്ക് നീങ്ങുകയാണ്. മദീനയിലെത്തിയ സമയത്ത് സുബ്ഹാനല്ലാഹ് അവിടെയുള്ള ആളുകൾ പറയുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നുള്ള സത്യമാണ്. അതോടുകൂടി മുആദ് തങ്ങൾ ബോധം കെട്ടങ്ങ് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്നുള്ളത് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ ആലോചിക്കാനോ കഴിയാത്ത വിധം ബോധം കെട്ട് വീണു പോവുകയാണ്. നിങ്ങൾ ആദ്യം മരിക്കുമെന്ന് പറഞ്ഞപ്പം ചിരിക്കുന്ന സന്തോഷിക്കുന്ന അവസ്ഥ. മഹദിയായ ഫാത്തിമ ബീവിയോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, മോളെ, ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പൊട്ടി കരഞ്ഞു. പിന്നീട് രണ്ടാമതൊരു സ്വകാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചല്ലോ. എന്തായിരുന്നു അന്ന് നിങ്ങളോട് വാപ്പ പറഞ്ഞ സ്വകാര്യം? വാപ്പ മരിക്കുന്നത് വരെ ഞാനത് ചോദിക്കാതിരുന്നത് സ്വകാര്യമായതുകൊണ്ടാണ്. ഉടനെ ഫാത്തിമ ബീവി പറയുന്നു, അത് നിങ്ങൾ അറിയാൻ പറ്റാത്ത സംഗതിയൊന്നുമല്ല. എൻ്റെ വാപ്പ എന്നോട് ആദ്യം പറഞ്ഞത്, മോളെ ഫാത്തിമ, എൻ്റെ മരണത്തിൻ്റെ സമയം അടുത്തിട്ടുണ്ട്, ഞാൻ വളരെ വൈകാതെ ഈ ലോകത്തോട് വിട പറയും. ഇത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയത്. രണ്ടാമതായി എൻ്റെ ചെവിയിൽ മന്ത്രിച്ചതെന്താണെന്നറിയുമോ? ഈ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് ചേരുന്നത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരണപ്പെടുന്നത് ഫാത്തിമ നിങ്ങളായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് സന്തോഷിച്ച് ചിരിച്ചു പോയതാണെന്ന് പറയുമ്പോൾ, മരണപ്പെട്ടുകൊണ്ട് ഉപ്പാൻ്റെ അരികിലേക്ക് നിബിതങ്ങളുടെ അരികിലേക്ക് ചെല്ലുമെന്ന് കേൾക്കുമ്പോൾ അതിൽ പോലും പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന, സന്തോഷിക്കാൻ കഴിയുന്നൊരവസ്ഥയാണ് എങ്കിൽ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള, വഫാത്തിൻ്റെ തൊട്ടുമുമ്പുള്ള സമയം, സുബ്ഹാനല്ലാഹ്, തീരെ നടക്കാൻ കഴിയാത്തത് കൊണ്ട് രണ്ട് സ്വഹാബികളുടെ തോളിൽ കൈയിട്ടിട്ട് കാല് നിലത്ത് അമരാതെ വേച്ചുകൊണ്ട് അദ്ദേഹം മുത്തനബി തങ്ങൾ ജമാഅത്തിന് പള്ളിയിലെത്തി. പള്ളിയിൽ ജമാഅത്തിന് എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിനോട് ഒരല്പനേരം ഒന്ന് സംസാരിച്ചു. ആ സമയത്ത് ഉക്കാശ എന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബി പറഞ്ഞു, നബിയേ, അങ്ങൊരിക്കൽ എന്നെ ഒരു അമ്പ് കൊണ്ട് കുത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരിക്കൽ അമ്പ് കൊണ്ട് കുത്തിയിട്ടുണ്ട്, എനിക്കതിന് തിരിച്ച് പ്രതികാരം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് അമ്പ് കൊണ്ടാണ്. അതിപ്പം ഫാത്തിമ ബീവിൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് ആളെ വിട്ടിട്ട് ആ അമ്പെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. സ്വഹാബത്ത് മുഴുവനും വല്ലാത്തൊരവസ്ഥയിൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. സുഖമില്ലാത്ത നബി തങ്ങളെ ഉക്കാശ വല്ലതും ചെയ്യുമോ റളിയല്ലാഹു അൻഹു? ഉക്കാശ തങ്ങൾ അരികിലേക്ക് ചെന്നിട്ട് എന്താ ചെയ്തതെന്നറിയുമോ? രണ്ട് കൈകളെ കൊണ്ടും കെട്ടിയങ്ങ് പിടിക്കുകയാണ് നബി തങ്ങളെ, തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ഇനിയൊരവസരം എനിക്ക് കിട്ടുമോ എന്നറിയില്ല എന്ന് മനസ്സിലാക്കി ഈ വേളയിൽ പോലും ആ ശരീരമൊന്ന് ടച്ച് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുന്നു. ആണുങ്ങൾ മാത്രമാണോ? അല്ലല്ലോ. മഹദിയായ ഖദീജ ബീവിയുടെ മഹബത്ത് നോക്കൂ നിങ്ങൾ. തൻ്റെ പ്രിയപ്പെട്ട, തൻ്റെ ഇഷ്ടത്തോഴന് വേണ്ടിയിട്ട് തൻ്റെ എല്ലാ സന്തോഷങ്ങളും വലിച്ചെറിയുകയാണ്. നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വേഗം അവസാനിപ്പിക്കും. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ശിഅബ് അബൂ താലിബ് എന്ന് പറയുന്നൊരു മലഞ്ചെരുവുണ്ട് മക്കയിൽ. മർവ പർവ്വതത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ കുറഞ്ഞ പിറകുഭാഗത്തേക്ക് 2 കൊല്ലത്തിലേറെയാണ് ആ മലഞ്ചെരുവിൽ നബി തങ്ങളെയും സ്വഹാബത്തിനെയും ഉപരോധം ഏർപ്പെടുത്തിയത്. നമ്മുടെ നാടുകളിൽ പല ഉപരോധങ്ങളും കാണാറുണ്ട്. എന്നാൽ ഇത് ദേശം കടുത്ത ഉപരോധമായിരുന്നു. ഉപരോധിക്കപ്പെട്ട ആളുകളോട് മിണ്ടാൻ പാടില്ല, ഉപരോധിക്കപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല,
അവരെ പരിപാടികൾക്ക് വിളിക്കാൻ പാടില്ല. അവരോട് ഏതെങ്കിലും നിലക്കുള്ള സമ്പർക്കം പുലർത്തുന്നവർക്കെതിരെ വരെ നടപടികൾ വരും. അവസാനം അവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റൂല, വെള്ളം കൊടുക്കാൻ പറ്റൂല, ഒരു സംഗതിയും കഴിക്കാനില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും 2 കൊല്ലത്തിലേറെ കാലം ആ ശിഅബ് അബൂ താലിബില് പച്ച ഇലകൾ മാത്രം കഴിച്ചാണ് ജീവിച്ചത്. വെറും പച്ച ഇലകളും വെറും പച്ച വെള്ളവും മാത്രം കഴിച്ചു. എത്രത്തോളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, വെറും പച്ച ഇല മാത്രം തിന്നതുകൊണ്ട് ഇല തിന്ന് ജീവിക്കുന്ന മൃഗങ്ങളുടെ കാഷ്ടത്തിൻ്റെ നിറം കറുപ്പാണ്. ആട്, പശു, പോത്ത്, ഈ ജീവികളൊക്കെ ഇതേ രൂപത്തിൽ ഇവർ ഇലകൾ മാത്രം തിന്നതിൻ്റെ പേരിൽ കാഷ്ടത്തിൻ്റെ നിറം കറുപ്പായി പോയിരുന്നു. ഹൃദയസ്പർക്കായൊരു സംഭവം നമുക്ക് വായിക്കാൻ പറ്റും. ഒരു സ്വഹാബി ഒരിക്കൽ ആ ശിബു അബൂ താലിബിൽ ഉപരോധത്തിൽ കഴിയുന്ന സമയത്ത് മരുഭൂമിയിലൊരു സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ വേണ്ടിയിരുന്നു. അദ്ദേഹം മൂത്രമൊഴിച്ചോ മൂത്രം വെള്ളത്തിലേക്ക് അങ്ങോട്ട് അമർന്നു പോകുന്നില്ല, ഇങ്ങോട്ട് മൂത്രം തെറിക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഈ മണ്ണിനടിയിൽ എന്തോ ഒരു സാധനം കിടപ്പുണ്ട്, ഈ മണ്ണിനടിയിൽ എന്തോ ഒരു സാധനം കിടപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് അത് മാന്തി നോക്കി. മാസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ഒരു ജീവിയുടെ, ഒന്നെങ്കിൽ ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ കഴുതയുടെ തോലാണ്. മാസങ്ങൾക്കപ്പുറം ചത്തുപോയതാണ്. ആ ഒട്ടകത്തിൻ്റെ തോൽ അദ്ദേഹം എല്ലാം അവിടുന്ന് വാന്തിയെടുത്തു. മാസങ്ങൾക്ക് മുമ്പ് ചത്തുപോയത്, ജീവൻ പോയത്. ആ തോൽ അവിടുന്ന് മാന്തിയെടുത്തിട്ട് അത് കൊണ്ടുപോയി അദ്ദേഹം വെള്ളത്തിലിട്ട് നന്നായി കഴുകി. ശേഷം ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചു. ആ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ഒട്ടകത്തിൻ്റെ തോലിട്ടു. എന്നിട്ട് ആ വെള്ളം തിളപ്പിച്ചു. ആ വെള്ളം അവർ പാത്രത്തിലേക്ക് ഒഴിച്ച് എല്ലാവരും മാറി മാറി കുടിക്കുകയാണ്. എന്തിന്? ദിവസങ്ങളായി വെറും പച്ചവെള്ളം മാത്രം കഴിച്ചു വരുന്നത് കൊണ്ട് ഒരു നേർത്ത രുചി വ്യത്യാസമുള്ള വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ഒട്ടകത്തിൻ്റെ തോല് വെള്ളത്തിലിട്ടുകൊണ്ട് അത് തിളപ്പിച്ച് കുടിക്കാൻ മാത്രം വല്ലാത്ത ഉപരോധത്തിൻ്റെ പ്രയാസങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബനു ഹാഷിമും ബനു മുത്തലിബ് കുടുംബത്തിൽപ്പെട്ടയാളല്ല ഖദീജ ബീവി. നബി തങ്ങളുടെ ഭാര്യയാണ്. അതുകൊണ്ട് ഖദീജ ബീവിക്ക് ഉപരോധത്തിൽ ഏർപ്പെടേണ്ടതില്ല, ഉപരോധത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ, നിങ്ങൾ ഉപരോധത്തിൽപ്പെട്ട ആളല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിലേക്ക് പോയിക്കോളൂ. നല്ല സാമ്പത്തിക ശേഷിയുള്ളവരല്ലേ, നിങ്ങൾ അവരോട് കൂടെ കൂടിയിട്ട് നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷിക്കാലോ, നിങ്ങൾക്ക് അവരെ കൂടെ സുഖമായി കഴിയാലോ. ഇത് കേട്ട ഖദീജ പറഞ്ഞത്, ഞാൻ നിങ്ങളെ കൂടെ കൂടിയത് സന്തോഷ സമയത്ത് നിങ്ങളെ കൂടെ നിൽക്കാനല്ല, ഇല്ലായ്മയിലും സന്തോഷത്തിലും എല്ലാ സമയത്തും നിങ്ങളെ കൂടെ ഒരുമിച്ച് ഞാനുണ്ടാകും. സമ്പൽ സമൃദ്ധിയുടെ 40,000 ഒട്ടകങ്ങളുടെ പുറത്ത് കയറ്റി കൊണ്ടുപോകാൻ മാത്രമുള്ള ചരക്ക് ബിസിനസ് നടത്തിയ മഹദിയാണ് ഖദീജ ബീവി. മാത്രമല്ല, അറബികളിലെ ഏതെല്ലാം കബീലകളുണ്ടോ, ആടിനെ മേക്കാൻ പോകുന്ന, ഒട്ടകത്തിനെ മേക്കാൻ പോകുന്ന മിക്ക കബീലകളിലും ഖദീജ ബീവിൻ്റെ ഒട്ടകമോ ഖദീജ ബീവിൻ്റെ ആടോ ഖദീജ ബീവിൻ്റെ മറ്റു മാടുകളോ അവർ മേക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു, പോറ്റാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. അങ്ങനെ സമ്പൽ സമൃദ്ധിയിൽ ഏറ്റവും നല്ല ഉന്നതമായ ജീവിതം നയിച്ച മഹദി 2 കൊല്ലക്കാലം വെറും വെള്ളവും പുല്ലും ജീവിച്ചു. തൻ്റെ മഅ്ശൂഖിന് വേണ്ടി, താൻ ഇഷ്ടപ്പെടുന്ന നേതാവിന് വേണ്ടി, സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് തൊടാൻ ആഗ്രഹിച്ചവർ, ഒന്ന് കാണാൻ ആഗ്രഹിച്ചവർ, സ്വന്തം വാപ്പ പോലും പ്രശ്നമല്ല, അറിയില്ലേ, ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലേക്ക് വന്നു. അവിടുത്തോട് പറയുന്നു, മുർനി യാ റസൂലല്ലാഹ്, എന്ത് വേണമെങ്കിലും എന്നോട് കൽപ്പിച്ചോളൂ, ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, തെറ്റിദ്ധരിക്കരുത്. ഒരു സ്വഹാബി വന്ന് പറയുന്നു, മുർനി യാ റസൂലല്ലാഹ്, എന്ത് വേണമെങ്കിലും കൽപ്പിച്ചോളൂ, ചെയ്യാൻ ഞാൻ ഓക്കെയാണ്, ഞാൻ തയ്യാറാണ്, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു.
ഉടനെ നബി തങ്ങൾ പറയുന്നു, ഉഖ്തുൽ അബാക്ക്, നിങ്ങളുടെ വാപ്പയെ കൊല്ലണം. നബി തങ്ങൾ ഒരു തമാശ പറഞ്ഞതാണ്, നിന്റെ വാപ്പയെ കൊല്ലുമോ? അദ്ദേഹത്തിന് യാതൊരു ശങ്കയുമില്ല, ടെൻഷനുമില്ല. തൻ്റെ അരയിൽ നിന്ന് വാള് വലിച്ചൂരിയിട്ട് ഓടുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോണത്? അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് വാപ്പയെ കൊല്ലാൻ പറഞ്ഞാൽ ഞാൻ കൊല്ലും നബിയെ. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട മോനെ വേണ്ട, നിങ്ങളുടെ ഈ സന്നദ്ധതയൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. മാ ബുഇസ്തു, എന്നെ പറഞ്ഞയച്ചത് ലിഖത്ഇ റഹിമി, കുടുംബബന്ധം പൊളിച്ചു കളയാനല്ല, വലാകിൻ ലിവസ്ലിഹ, സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപ്പാലം പണിത പ്രവാചക, ജീവൻ്റെ ഭിന്നവാംനാഗ വൈചിത്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, തമ്മിലടിച്ചും അഹങ്കരിച്ചും കുളച്ചാർത്ത ഗോത്രവമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നിങ്ങൾ പറഞ്ഞു, മോനെ വാപ്പയെ കൊല്ലാൻ പാടില്ല, ഞാനൊന്ന് നിങ്ങളെ പരീക്ഷിച്ചതല്ലേ, സ്വന്തം വാപ്പ പ്രശ്നമല്ല. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുമായി വന്നപ്പോൾ തൻ്റെ വാപ്പ ഇസ്ലാമിലേക്ക് വന്നില്ല. അബൂ ഖുഹാഫ പരമാവധി ശത്രുപക്ഷത്ത് ഉറച്ചു നിന്നു. വാപ്പയ്ക്ക് പ്രായമായി നേരെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, കണ്ണിന് കാഴ്ച പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഒരു ദിവസം സിദ്ദീഖ് തങ്ങളെ കൂടെ കൈപിടിച്ച് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ടതാ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, സിദ്ദീഖ് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വാപ്പയ്ക്ക് പ്രായമായില്ലേ, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ല നബിയെ, അങ്ങുള്ളിടത്തേക്ക് വരലല്ലേ അദബ്. നബി തങ്ങൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങൾ രണ്ട് കണ്ണും നിറച്ച് പൊട്ടിക്കരയുകയാണ്. വല്ലാണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, വർഷങ്ങളുടെ മോഹമാണ്, വർഷങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങളുടെ വാപ്പയൊന്ന് ഇസ്ലാമിലേക്ക് വരിക എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ ആ മോഹം സാഫല്യമായിരിക്കുകയാണ്, ഇന്ന് നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കുകയാണ്. എന്തിനാണ് ഇന്ന് നിങ്ങൾ കരയുന്നത്? ചിരിക്കേണ്ട ദിവസമല്ലേ, സന്തോഷിക്കേണ്ട ദിവസമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, ഓ നബിയേ, വല ഇസ്ലാമു അബീക, അങ്ങേറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണല്ലോ, അങ്ങേക്ക് താങ്ങും തണലുമായി നിന്ന പിതൃസ്ഥാനത്ത് അങ്ങ് കണ്ട അങ്ങയുടെ അബൂ താലിബ് ഒന്ന് ഇസ്ലാമിലേക്ക് വരണം എന്നത് അത്രമേൽ അങ്ങയുടെ മോഹമല്ലായിരുന്നോ? ആ അബൂ താലിബ്, നിങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരൽ അഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമി അബീ ഖുഹാഫ, എൻ്റെ വാപ്പയായ അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങയുടെ പിതൃ സ്ഥാനത്തുള്ള അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരലായിരുന്നു എന്ന് പറയുന്ന ആ മഹബ്ബത്തിൻ്റെ ലോകം അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങൾ വഫാത്തായപ്പോൾ ഒരു സ്വഹാബി തൻ്റെ തോട്ടത്തിലെന്തോ ജോലി ചെയ്യുകയാണ്. തൻ്റെ മകൻ ഓടിച്ചെന്നുകൊണ്ട് പറയുകയാണ്, വാപ്പാ തൂഫിയ റസൂലുള്ളാഹ്. അദ്ദേഹം അതാ മൺവെട്ടി മേലോട്ട് ഉപയോഗിച്ച് ഇങ്ങനെ വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ മൺവെട്ടി മേൽപോട്ട് ഉയർത്തി അദ്ദേഹം അത് താഴോട്ട് താഴ്ത്തിയില്ല, വീണങ്ങ് ബോധം കെട്ടുപോയി. മറ്റൊരു സ്വഹാബിയോട് മകൻ ചെന്ന് പറയുന്നു, റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ട് കരയുകയാണ്, അല്ലാഹുമ്മ റുദ്ദ ബസ്വരീ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നീ തിരിച്ചു പിടിക്കണം റബ്ബേ. നബിതങ്ങളുള്ള മദീന കണ്ട കണ്ണ്, നബിതങ്ങളുള്ള ലോകം കണ്ട കണ്ണ്, നബിതങ്ങളുള്ള പ്രപഞ്ചം കണ്ട കണ്ണ്, നബിതങ്ങളില്ലാത്ത ലോകം എനിക്ക് കാണേണ്ട റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നിമിഷം മുതൽ നഷ്ടപ്പെട്ടു പോയ സ്വഹാബികൾ. നബിതങ്ങൾ വഫാത്തായി, മയ്യത്തെല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞു, ജനാസ കുളിപ്പിച്ച് കഴിഞ്ഞു.
ആ ശരീരം അതാ റൗളാ ഷരീഫിലെ 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. ജനങ്ങൾ മുഴുവനും വിതുമ്പുകയാണ്, ലോകം മുഴുവനും വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. ആ ശരീരം ഖബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ ഒരു സ്വഹാബി ഓടി വരികയാണ്. ആരാണെന്നറിയുമോ? മഹാനായ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ആ ഖബറിലേക്ക് മണ്ണിട്ട് മൂടല്ല, ഖബറിലേക്ക് മണ്ണിട്ട് മൂടല്ല. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു മോതിരം ഖബറിലേക്ക് വീണുപോയിട്ടുണ്ട്, എൻ്റെ ഒരു മോതിരം ഖബറിലേക്ക് വീണുപോയിട്ടുണ്ട്. സ്വഹാബത്ത് അദ്ദേഹത്തിന് ഖബറിലേക്ക് ഇറങ്ങി അതെടുക്കാനുള്ള അവസരം കൊടുത്തു. അദ്ദേഹം ഖബറിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമാണല്ലോ, ആ ശരീരത്തിലേക്ക് തൻ്റെ ശരീരം ഒന്ന് ചേർത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്നവരോട് പറയുന്നു, മുഗീറയുടെ കയ്യിൽ ഒരു മോതിരവുമില്ല, മുഗീറയുടെ കയ്യിൽ നിന്നൊരു മോതിരം വീണുപോയിട്ടുമില്ല. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? എൻ്റെ നേതാവിനെ അവസാനമായി കാണുകയാണ്. ഇനി ആ നേതാവിനെ തൊടാൻ കഴിയില്ലല്ലോ, കാണാൻ കഴിയില്ലല്ലോ. ഈ ലോകത്ത് വെച്ച് അവസാനം ആ മുത്തിനെ തൊട്ടത് മുഗീറയാവണമെന്ന ആഗ്രഹം കൊണ്ടാണ് മുഗീറ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്ന ഇഷ്കിൻ്റെയും മഹബത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തുല്യതയില്ലാത്ത ഉദാഹരണങ്ങളാണ്. പറഞ്ഞാൽ തീരില്ല കൂട്ടരെ ആശിക്കീങ്ങളുടെ ലോകം, പറഞ്ഞാൽ തീരില്ല കൂട്ടരെ മഹബത്തുള്ള ആളുകളുടെ ലോകം. അതൊരു വല്ലാത്ത ലോകമാണ്. ആ മഹബത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല. ഇന്നത്തെ നവ ലിബറലിസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നത്, അതാരെ ഇഷ്ടക്കേടും ഞാൻ നോക്കേണ്ടതില്ല. ഇതിനെയാണ് ഇസ്ലാം ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്ത ഉള്ളി എനിക്ക് വേണ്ട, അവിടുത്തേക്ക് ഇഷ്ടമാണോ ചൊരങ്ങ എനിക്കിഷ്ടമാണ്. ജീവിതത്തെ മുഴുവനായി ആ രീതിയിലേക്ക് ക്രമീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ മദദ് കൊണ്ട് നമ്മളുടെ 2 ലോകവും വിജയിപ്പിച്ചു തരട്ടെ. ശാരീരികമായി മാനസികമായി നമ്മൾക്കുള്ള എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം നൽകട്ടെ.